So today's topic of discussion is clubbing and aggregation of income. So as you all know, നിങ്ങൾ familiarize ചെയ്താണ് in the theory portion through seminar presentations and all. But I will quickly go through the theory portion first. എപ്പോഴൊക്കെയാണ് ഇൻകം ക്ലബ് ചെയ്യുന്നത്? ക്ലബ് മീൻസ് another person's income will be included to അത് അസസി, അതായത് ഒരു അസസിയുടെ ഇൻകം വേറൊരു അസസിയുടെ ഇൻകത്തിന്റെ കൂടെ മേർജ് ചെയ്യുന്ന അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ട് ടുഗദർ ആയിട്ട് നമ്മൾ ടോട്ടൽ എടുക്കുന്ന സിറ്റുവേഷൻ ആണ് ക്ലബിങ്. ആൻഡ് ദാറ്റ് ഇസ് ദ കേസ് ഓഫ് ക്ലബിങ്. അഗ്രഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന്റെ തന്നെ സർട്ടൻ ഇപ്പോൾ സോഴ്സ് ഇല്ലാത്ത ഇൻകം, ദാറ്റ് ഇസ് യു കാണ്ട് എക്സ്പ്ലെയിൻ ദ സോഴ്സ് ഓഫ് ഇൻകം, അൺഎക്സ്പ്ലെയിൻ ദ സോഴ്സ് ഓഫ് ഇൻകം. അങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ വി ആർ സപ്പോസ് ടു aggregate the income. There are various situations where you are supposed to make income to be aggregated. അതായത് എപ്പോഴാണ് ടോട്ടൽ ചെയ്തെടുക്കേണ്ട ഒരു ഇൻഡിവിജ്വലിന്റെ കേസിൽ തന്നെ, ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ അതാണ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം. അപ്പോൾ ക്ലബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് കമ്പൽസറി ആയിട്ട് ഒരു പേഴ്സന്റെ ഇൻകത്തിന് മറ്റൊരു പേഴ്സന്റെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലബിംഗ് എന്ന് പറയുന്നത്. യു ഓൾ ആർ അവെയർ ദാറ്റ് we will calculate the tax based on the total income earned. Previous year earn ചെയ്യുന്ന ടോട്ടൽ ഇൻകത്തിനാണ് നമ്മൾ എപ്പോഴും ടാക്സ് ചെയ്യുന്നത്. ബട്ട് ഇൻ സർട്ടൻ കേസ് ഒരു അസസി is liable to make or liable to pay tax on the income earned by the other person also. വേറൊരു വ്യക്തി ഏൺ ചെയ്യുന്ന ഇൻകത്തിനും കൂടി ഈ ഒരു അസസി എന്ത് കൊടുക്കേണ്ടി വരും? ടാക്സ് പേ ചെയ്യേണ്ടി വരും. അത് കമ്പൽസറി ആയിട്ട് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ക്ലബിംഗ് ഓഫ് ഇൻകം. ഈ ക്ലബിംഗ് ഓഫ് ഇൻകം ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ടാക്സ് ആക്ടിനകത്ത് സെക്ഷൻ 60 to 65 ആണ് നമ്മൾ ക്ലബിംഗ് ഓഫ് ഇൻകത്തിന്റെ പ്രൊവിഷൻ വരുന്നത്. ഇങ്ങനെ ഇൻകം ക്ലബ് ചെയ്യുന്നതിന്റെ ബേസിക് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഇവേഡ് ചെയ്യാനുള്ള ചാൻസസ് കുറയ്ക്കുകയാണ്. ഇപ്പൊ ആസ് യു നോ, നിങ്ങൾ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറഞ്ഞ പോർഷനിൽ നമ്മൾ ബോണ്ട് ഓഷൻ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞൊരു ട്രാൻസാക്ഷൻ പഠിച്ചായിരുന്നു. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇൻകം ഏൺ ചെയ്യുന്ന സിറ്റുവേഷനിൽ വി വിൽ ട്രാൻസ്ഫർ ദ ഓണർഷിപ്പ്. സേ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഏർണിംഗ് സോഴ്സ്, ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു സോഴ്സിനെ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ടൈമിലത്തേക്ക് നമ്മൾ ലോ ഇൻകം ആയ ഒരു വ്യക്തിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ദ ഫസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ ആരാണോ ഇങ്ങനെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ട്രാൻസ്ഫറർ, ആ പേഴ്സന്റെ ടാക്സ് ലയബിലിറ്റി കുറയുകയും ദാറ്റ് ഇൻകം ഏൺ ചെയ്യുന്നത് ട്രാൻസ്ഫറി ആയിരിക്കും. ഒന്നും വേണ്ട, ഇപ്പൊ അച്ഛൻ മോളുടെ പേർക്ക് ഒരു ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സോഴ്സിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ലെറ്റ് ഇറ്റ് ബി എ ഡെപ്പോസിറ്റ് ഓർ ഡിബഞ്ചറിനകത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് വാട്ട് എവർ ബി ഇറ്റ്, ആ ഇൻവെസ്റ്റ്മെന്റിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. സോ അച്ഛൻ മോൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും അച്ഛന് ടാക്സബിൾ ആവുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഇൻകം ഇനി തൊട്ട് ഡോട്ടർക്ക്, അതായത് മോൾക്കായിരിക്കും അത് ടാക്സബിൾ. ദാറ്റ് ഈസ് ദ കേസ് ഓഫ് ഇവേഷൻ ഓഫ് ടാക്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രസ്റ്റ് ഇൻകം കിട്ടുമ്പോൾ ആ ഇൻകത്തിന് ടാക്സ് കൊടുക്കാതെ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ബോണ്ട് ഓഷൻ. അപ്പൊ ഇങ്ങനെ അത് നമ്മൾ സെക്യൂരിറ്റീസിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് ഒരു ഹയർ ഇൻകം ഉള്ള ഒരു വ്യക്തി ഒരു ലോ ഇൻകം ഉള്ള ഒരു വ്യക്തിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സിറ്റുവേഷൻ. പക്ഷെ ക്ലബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല. ഐദർ ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ഓഫ് ഇൻകം, നമ്മളിപ്പോ പറഞ്ഞ പോലെ ഇൻകം മാത്രം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കാം. ചിലപ്പോൾ വസ്തു, അതായത് അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്, മോസ്റ്റ്ലി ലാൻഡ് ആയിരിക്കും അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കൂടുതൽ ചാൻസ്. അപ്പൊ അസറ്റ്സോ ഇൻകമോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. ബട്ട് ദ റിയൽ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യുന്നത് വിൽ ബി ദി അതർ പേഴ്സൺ ആയിരിക്കും. അതായത് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അച്ഛൻ മോളുടെ പേര് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും കൊമേഴ്സ് ഗ്രാജുവേറ്റ് ഒന്നും അല്ല, ആ കുട്ടിക്ക് ഒന്നുമേ അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അറിയത്ത് പോലും ഇല്ല ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ നടന്നെന്നോ ഇൻകം ഏൺ ചെയ്തു. അപ്പൊ there are various കേസ്. ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇങ്ങനെ കമ്പൽസറി ആയിട്ട് രണ്ടുപേരുടെ ഇൻകത്തിനെ നമ്മൾ ക്ലബ് ചെയ്യുന്നത്? അതിൽ ഫസ്റ്റ് വൺ ആണ് ട്രാൻസ്ഫർ ഓഫ് ഇൻകം ബൈ ആൻ അസസി വിത്തൗട്ട് ട്രാൻസ്ഫറിംഗ് ദി ഓണർഷിപ്പ് ഓഫ് ദ പ്രോപ്പർട്ടി ഫ്രം വിച്ച് ദ ഇൻകം അറൈസസ്. ഒന്നും വേണ്ട, ഒരു ബിൽഡിംഗ്, നമ്മൾ അപ്പോഴേ പറഞ്ഞ ഫാദർ ഡോട്ടറിന്റെ കേസ് തന്നെ, കാരണം അതാണ് പെട്ടെന്ന് നമുക്ക് ഓണർഷിപ്പ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാതെ ഇൻകം മാത്രമൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന സിറ്റുവേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം വരെ ദ ഇൻകം ഫ്രം ദാറ്റ് ബിൽഡിംഗ് റെന്റ് ആണെന്ന് വിചാരിക്കുക, റെന്റ് കിട്ടിക്കൊണ്ടിരുന്നത് ഫാദറിന്റെ അക്കൗണ്ടിലാണ്. ഓക്കെ, ആ ബിൽഡിങ്ങിന്റെ പേര്, അതായത് ബിൽഡിങ്ങിന്റെ ഓണർഷിപ്പ് ഒന്നും അച്ഛൻ മകൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടില്ല,
പക്ഷേ ഈ ടെനന്റിനോട് പറഞ്ഞു ഇനി തൊട്ട് മാസം വാടക മകളുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അപ്പോൾ ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ബിൽഡിങ് അച്ഛൻ മോളുടെ പേരിൽ എഴുതി കൊടുക്കാതെ, അതായത് ഓണർഷിപ്പ് ഒന്നും ട്രാൻസ്ഫർ ചെയ്യാതെ ദ ഡോട്ടർ ഈസ് റിസീവിങ് ഇൻകം. അതാണ് ഫസ്റ്റ് കേസ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ആ ഡോട്ടർ ആണ് റിസീവ് ചെയ്യുന്നത് റെന്റ്. പക്ഷെ ശരിക്കും ടാക്സ്, അതായത് ആ ഇൻകത്തിന് ടാക്സ് പേ ചെയ്യാനുള്ള ലൈബിലിറ്റി ആർക്കാണ്? ഓണർ ഓഫ് ദ ബിൽഡിങ്ങിന്. നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി പഠിച്ചപ്പോൾ പറഞ്ഞു ദ ഓണർ ഇസ് ലയബിൾ ടു, അതായത് ഒരു ബിൽഡിംഗ് ആൻഡ് ദി ലാൻഡ് അപ്പർട്ടനൻറ്റ്, അതിന് ബിൽഡിങ്ങിന് ചുറ്റുമുള്ള ലാൻഡും കൂടെ ചേർത്താണ് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ സബ്ജക്ട് മാറ്റർ. അപ്പൊ വെൻ യു ആർ മേക്കിംഗ് ഇറ്റ് ടാക്സബിൾ, that person should be the owner of that land and the land appurtenant and the building. പക്ഷെ ഇവിടെ ഓണർഷിപ്പ് അച്ഛൻ്റെ കയ്യിലും, എന്നാൽ ദ ഇൻകം ഇസ് ബീൻ റിസീവ്ഡ് ബൈ ദി ഡോട്ടറിനാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ adequate consideration വാങ്ങാതെ, അതായത് ഇപ്പൊ ലീസിന് കൊടുക്കുന്നതാണെങ്കിലും, even if in the case of leasing of property also, without receiving any adequate consideration, that income from that leased property will be the income of the lessor. Okay, അല്ലെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാല് even though the income from that building rent എന്ന് പറയുന്നത് is being received by the daughter, it will be made taxable as the income of father itself. അച്ഛന്റെ ഇൻകം ആയിട്ട് തന്നെ നമ്മളത് ടാക്സ് ചെയ്യപ്പെടും. ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു എക്സാമ്പിളിലും അത് തന്നെ പറഞ്ഞേക്കുന്നത്, മിസ്റ്റർ എക്സ് റെനൗൺസസ് ദ റെന്റൽ ഇൻകം ഇൻ ഫേവർ ഓഫ് വൈ. വൈക്കാണ് വിത്തൗട്ട് ട്രാൻസ്ഫർ, നമ്മൾ പറഞ്ഞ കേസ് പോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാതെ കൊടുക്കുന്നു. ഈവൻ ദ വൈ ഇസ് റിസീവിംഗ് ദി റെന്റ്, but X is liable to pay tax on the income because X is the actual owner, or the ownership of the building remains with the X. Okay, this is the first one. Hope it is clear. അതായത് നമ്മൾ വെറുതെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാതെ എന്ത് മാത്രം ട്രാൻസ്ഫർ ചെയ്തിട്ട് കാര്യമില്ല, ഇൻകം മാത്രം വേറൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് കാര്യമില്ല. ആരുടെ പേരിലാണോ ഓണർഷിപ്പ് ഉള്ളത്, that is whoever be the owner, that persons become automatically liable to pay tax on the income arised out of that property. Second is income from an asset transferred with the condition of revocation. അതായത് റിവോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോ ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു വിത്ത് ക്ലോസ് ദാറ്റ്, അതായത് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഒരു ക്ലോസ് വെക്കുന്നു. ഫ്യൂച്ചറിൽ ഈ അസറ്റോ അല്ലെങ്കിൽ ഇൻകമോ എന്താണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, മോസ്റ്റ്ലി ദ ഇൻകം ഫ്രം ദി അസറ്റ് ആയിരിക്കും, അത് ഫ്യൂച്ചറിൽ തിരികെ ട്രാൻസ്ഫറിന് തന്നെ കിട്ടും. റിവോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് പ്രൊവിഷൻ, ദാറ്റ് ഈസ് ദാറ്റ് യു ആർ ട്രാൻസ്ഫറിങ് ദി ഇൻകം ഫ്രം അസറ്റ്, ഒരു അസറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെ യു ആർ ട്രാൻസ്ഫറിങ് ഇറ്റ് വിത്ത് ദ കണ്ടീഷൻ ഓഫ് റിവോക്കേഷൻ, എന്ന് വെച്ചാൽ പിന്നീട് ഫ്യൂച്ചറിൽ തിരികെ വീണ്ടും അത് കിട്ടും എന്ന കണ്ടീഷനോടുകൂടി നമ്മൾ കൊടുക്കുന്ന കേസാണ്. അപ്പൊ അതില് രണ്ട് റിവോക്കബിൾ ട്രാൻസ്ഫർ വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് പറഞ്ഞാൽ അസറ്റ് നമ്മൾ കൊടുക്കുന്നു, പക്ഷേ ഫോർ എക്സാമ്പിൾ ഒരാൾ എബ്രോഡ് പോകുന്നു, ഞാൻ വരുന്നവരെ താൻ ഈ അസറ്റ് ഒക്കെ നന്നായിട്ട് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ആ വീട് നന്നായിട്ട് നോക്കിയാൽ മതി എന്നുള്ള കണ്ടീഷനിൽ വെനെവർ ഐ ആം കമ്മിങ് ബാക്ക് എന്റെ ഹോം കൺട്രിയിലോട്ട് ഞാൻ തിരിച്ചെത്തുമ്പോൾ യു ആർ സപ്പോസ് ടു ഗിവ് ബാക്ക് എന്നാണ് ഒരു സിറ്റുവേഷൻ എന്ന് വിചാരിക്കുക. അപ്പോ ഫ്യൂച്ചറിൽ ആരാണോ പേഴ്സൺ എബ്രോഡിലോട്ട് പോയത്, ആ പേഴ്സൺ ഇസ് ദ ട്രാൻസ്ഫറർ. അയാള് തിരികെ വരുമ്പോൾ കൊടുക്കണം എന്നാണ് ആ ബിൽഡിംഗ്. അപ്പൊ അതുവരെ വാട്ട് എവർ ബെനിഫിറ്റ്സ് കിട്ടുന്നത് അതെല്ലാം ട്രാൻസ്ഫർക്ക് എൻജോയ് ചെയ്യാം. അപ്പൊ അതൊരു കേസ് ഓഫ് റിവോക്കബിൾ ട്രാൻസ്ഫർ. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് വിത്ത് എ ക്ലോസ് ദാറ്റ് ദി ട്രാൻസ്ഫറർ ഡയറക്ട്ലി or indirectly re-assume that right, അതായത് തിരികെ അവകാശം നേടിയെടുക്കും എന്നുള്ള രീതിയിലാണ്. ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളണ്ടിയറി ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ട്രസ്റ്റുകളെയൊക്കെ ഏൽപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നോക്കാൻ ആളില്ലാത്തത് കാരണം ചില ബാങ്ക്സിനെയൊക്കെ ചില പ്രോപ്പർട്ടി ഏൽപ്പിച്ച ആൾക്കാർ പോകാറുണ്ട്. ബാങ്കിന്റെ ഒരു എക്സ്ട്രാ സർവീസ് ആണ് അവർ ചെയ്തു കൊടുക്കും. ദേ ആക്ട് ആസ് എ ട്രസ്റ്റി ടു ദ കസ്റ്റമർ. അപ്പം അതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞത്. അപ്പൊ രണ്ടാമത്തെ സിറ്റുവേഷൻ ഡിഫറെന്റ് ആവുന്നതെന്ന് വെച്ചാൽ they are trying to re-assume that right.
ഓവർ ദാറ്റ് അസറ്റ് ഓർ ഇൻകം. ചിലപ്പോൾ മോസ്റ്റ് കേസസ് ഈ ഏതെങ്കിലും പ്രോപ്പർട്ടിയുടെ മേലിലൊക്കെ തർക്കം വരും. There will be conflict between the parties. അപ്പോൾ ഓട്ടോമാറ്റിക്കലി they approach the court. അപ്പോൾ കോർട്ട് വേർഡിക്റ്റ് ഫേവറബിൾ ആയിട്ട് വരുന്ന വ്യക്തിക്ക്, അതായത് കോർട്ട് വേർഡിക്റ്റ് വരുന്നത് വരെ കോർട്ട് ഡിനൈസ്, ആർക്കും അതിന്റെ പൊസിഷൻ ആയാലും ഒന്നും കൊടുക്കില്ല. എ പേഴ്സൺ വിൽ ബി മെയ്ഡ് ലീഗലി, ഒരു പേഴ്സണെ, ഒരു അഡ്വക്കേറ്റിനെ എന്തായിട്ട് ആ കോർട്ടിന്റെ പ്രസൻസിൽ കാര്യങ്ങൾ ലീഗലി മൂവ് ചെയ്യുന്ന നോക്കാൻ വേണ്ടി ഏൽപ്പിക്കാറുണ്ട്. നമ്മൾ പല ഫിലിംസിലൊക്കെ ആ സിറ്റുവേഷൻ കാണാറുണ്ട്. അപ്പോൾ ആ റിസീവർ എന്ന് പറയുന്നത് നമ്മൾ ആ പേഴ്സൺ, ദാറ്റ് ഈസ് ഓൺ ബിഹാഫ് ഓഫ് ദാറ്റ് കോർട്ടിന്റെ പ്രൊസീഡിങ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുവെന്നും ഈ തർക്കമുള്ള അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉള്ള വ്യക്തികൾ ആ അസറ്റിന്റെ മുകളിൽ ഒരു അവകാശം വെക്കുകയോ ഇൻകം എടുക്കുകയോ ഒന്നും ചെയ്യാതെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രീതിയിൽ അപ്പോയിന്റഡ് അഡ്വക്കേറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുക, എങ്ങനെയാണോ കോടതി വിധി വരുന്നത് അതിനനുസരിച്ച് they will get their asset back, അവർക്ക് തിരികെ കിട്ടും. അപ്പൊ അങ്ങനെ ഫ്യൂച്ചറിൽ അവർ ആ റൈറ്റിനെ തിരിച്ചു പിടിക്കുന്ന കേസാണ് രണ്ടാമത്തെ റിവോക്കേഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, റിവോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മൾ വൺസ് ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റിനെ അല്ലെങ്കിൽ ആ അസറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെയും നമുക്ക് തിരികെ കിട്ടും. കാരണം അസറ്റ് തിരികെ കിട്ടിയാൽ മാത്രമല്ലേ അതിൽ നിന്ന് എൻജോയ് ചെയ്യുന്ന ഇൻകം നമുക്ക് തിരികെ കിട്ടും. അപ്പൊ ഇവിടെ ഇവര് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർ സെൽസ് ഹിസ് ബിൽഡിംഗ് ടു ദി ഫേം. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്ണർ അയാളുടെ ബിൽഡിംഗ്, ചിലപ്പോൾ പാർട്ട്ണർഷിപ്പ് തുടക്കമായിരിക്കാം, അറ്റ് ദ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയിരിക്കാം. അപ്പോ എന്ത് ചെയ്യും, ഹി സെൽസ് ഹിസ് ബിൽഡിംഗ് ടു ദി ഫേം ഓർ ട്രാൻസ്ഫേഴ്സ് ദ ബിൽഡിംഗ് ടു ദി ഫേം, അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഫോർ ക്യാരിയിങ് ഔട്ട് ദ ബിസിനസ് നടക്കാൻ വേണ്ടി കൊടുക്കുന്നു. And with the condition that the partnership the firm should give back that building on the event of dissolution. അപ്പൊ ഈ കേസ് എന്ന് പറയുന്നത് there is a revocable transfer, firm തിരികെ കൊടുക്കണം. Then revocable transfer നകത്ത് there are some certain conditions upon that. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഒരു അസറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, അതൊരു അണ്ടർ എ ട്രസ്റ്റ്, ആൻഡ് ഇറ്റ് ഈസ് റിവോക്കബിൾ ഡ്യൂറിംഗ് ദ ലൈഫ് ടൈം ഓഫ് ദ ബെനിഫിഷ്യറി ഇറ്റ്സെൽഫ്. നമ്മൾ ആ പ്രൊവിഷൻ വായിച്ചു നോക്കുന്നതിനേക്കാൾ എക്സാമ്പിൾ നോക്കിയാൽ എളുപ്പം മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, എക്സ് എന്ന് പറയുന്ന പേഴ്സൺ ഈസ് ട്രാൻസ്ഫറിംഗ് ഹിസ് ടി എസ്റ്റേറ്റ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ് ടു എ ട്രസ്റ്റ്, ആൻഡ് ഇറ്റ് ഈസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് മിസ്റ്റർ വൈ. അപ്പൊ ആ ട്രസ്റ്റ് ഡീഡിൽ പറഞ്ഞിരിക്കുന്നത് ഓണർഷിപ്പ് 20 വർഷത്തിന് ശേഷം റീസ്റ്റോർ ചെയ്യപ്പെടും. എന്നുവെച്ചാൽ താൽക്കാലികമായിട്ട് വൈഡ് ബെനിഫിറ്റിന് വേണ്ടി കൊടുക്കുന്നു, പക്ഷെ 20 വർഷത്തിന് ശേഷം അത് തിരികെ കൊടുക്കും. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസറ്റ് വേറൊരു പേഴ്സണ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആൻഡ് ഇറ്റ് വിൽ ബി ട്രാൻസ്ഫർ ഡ്യൂറിംഗ് ദ ലൈഫ് ടൈം ഓഫ് ദി റിവോക്കബിൾ ഡ്യൂറിംഗ് ദ ലൈഫ് ടൈം ഓഫ് ദ ട്രാൻസ്ഫറിയുടെ ലൈഫ് ടൈമിനുള്ളിൽ അത് തിരികെ കൊടുക്കും. ഫസ്റ്റ് കേസ് ബെനിഫിഷ്യറി, രണ്ടാമത്തെ കേസ് ട്രാൻസ്ഫറി. അപ്പോ എക്സ് ട്രാൻസ്ഫറിംഗ് ഹിസ് ഹൗസ് പ്രോപ്പർട്ടി ടു വൈ ടു റിവോക്ക് ദ ട്രാൻസ്ഫർ ഡ്യൂറിംഗ് ദ ലൈഫ് ടൈം ഓഫ് മിസ്റ്റർ വൈ. വൈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് തിരികെ കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അതിൽ വൈഡ് ലീൻ മീൻസ് വൈഡ് ഫ്യൂച്ചർ ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് അതിന് മേളിൽ ഒരു ലീൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ റിവോക്കബിൾ ട്രാൻസ്ഫർ വെക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഒരു വീട് കൊടുക്കുന്ന വൈക്ക് വൈയുടെ സമയത്ത് തന്നെ, അതായത് ജീവിച്ചിരിക്കുന്ന സമയം തന്നെ അതിനെ തിരികെ കൊടുക്കണം എന്നുള്ളതായിരിക്കും ആ റിവോക്കബിൾ ട്രാൻസ്ഫറിന്റെ കണ്ടീഷൻ. ഇനി തേർഡ് സിറ്റുവേഷൻ there is a clause that any asset which has been transferred 1st April 1961 മുന്നേ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഏതൊരു അസറ്റ് ആണെങ്കിലും 6 വർഷമാണ് അതിന്റെ മാക്സിമം റിവോക്കബിലിറ്റി. ദെൻ ഒരു ട്രാൻസ്ഫറിനകത്ത് നമ്മൾ ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇഫ് ദർ ഇസ് എ കണ്ടീഷൻ ഓർ എ പ്രൊവിഷൻ ടു റീട്രാൻസ്ഫർ അല്ലെങ്കിൽ റിവോക്കബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു ഭാഗമായിരിക്കാം, ഒരു എസ്റ്റേറ്റിന്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ ഇൻകത്തിന്റെ ഒരു പാർട്ട്, എന്ത് തന്നെയാണെങ്കിലും ദർ ഇസ് എ കണ്ടീഷൻ. വി ക്യാൻ കീപ്പ് എ കണ്ടീഷൻ ഓഫ് പാർട്ട്ലി റിവോക്കേഷൻ. അതായത് എക്സിന്റെ കേസ്, നമ്മൾ അപ്പോഴേ പറഞ്ഞ എക്സിന്റെ കേസ് തന്നെ നോക്കാം. എക്സ് വൈക്ക് ഹൗസ് പ്രോപ്പർട്ടി കൊടുത്തു, പക്ഷെ 10 വർഷത്തിന് ശേഷം ദി ഹാഫ് ഓഫ് ദി റെന്റൽ ഷുഡ് ബി ഗിവൺ ടു മിസ്റ്റർ എക്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന് പകുതി റെന്റ്
whatever be the income earned from that property and half എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവോക്കബിലിറ്റിയിൽ മുഴുവനായിട്ട് തന്നെ റിവോക്ക് ചെയ്യണം എന്നില്ല, അല്ലെങ്കിൽ റീട്രാൻസ്ഫറിൽ മുഴുവനായിട്ട് തന്നെ ചെയ്യണം എന്നില്ല. പാർട്ട്ലി റിവോക്കേഷൻ ഇസ് ഓൾസോ legally binding. And next one is transferor has a right to reassume the power. If, for example, X is transferring an asset, that is the right to use the asset whenever he wants. So for example, a motorbike is given. X transfer cheyana and it can be used whenever it is needed. Use cheya even if he does not use that right. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാം എന്നുള്ളൊരു റൈറ്റ് ഉപയോഗിച്ചില്ല എങ്കിൽ പോലും ഇറ്റ് ബിക്കംസ് എ റിവോക്കബിൾ ട്രാൻസ്ഫർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടൺ കേസസിലും നമ്മൾ അസറ്റ്സ് പൊതുവെ ബൈക്കൊക്കെ ആണെങ്കിലും നമ്മൾ നാട്ടിലില്ലാത്ത സിറ്റുവേഷനിൽ എബ്രോഡ് പോകുന്ന ഒരു പേഴ്സണെ സംബന്ധിച്ച് ഹി മേ ട്രാൻസ്ഫർ ഹിസ് വർക്ക്. കാരണം വീണ്ടും വന്നൊരു വെഹിക്കിൾ പർച്ചേസ് ചെയ്യുക, അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങൾ, അത് മേ ബി ദ വിസിറ്റ് ടു ദി എബ്രോഡ് എന്ന് പറയുന്നത് ഒരു കുറച്ച് പീരീഡിലേക്കായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്നതായിരിക്കും. ഈവൻ ദോ ആർക്കാണോ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി അസറ്റ് കൊടുക്കുന്നത്, ആ പേഴ്സൺ അത് യൂസ് ചെയ്തില്ലെങ്കിൽ പോലും ഇൻ ഫ്യൂച്ചർ ആ അസറ്റ് തിരികെ കൊടുക്കും. സോ ദീസ് ആർ ദി കേസസ് ഓഫ് റിവോക്കബിൾ ട്രാൻസ്ഫർ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാതെ ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എങ്ങനെയാണ് നമ്മൾ ക്ലബിംഗ് പ്രൊവിഷൻ നോക്കുന്നതെന്നും, രണ്ടാമത് നമ്മൾ പറഞ്ഞത് റിവോക്കേഷൻ കണ്ടീഷനോട് കൂടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു അസറ്റ്, ഇഫ് എനി ഇൻകം ഇസ് അറൈസ്ഡ് ഔട്ട് ഓഫ് ദാറ്റ്, വാട്ട് ഹാപ്പൻസ്. അപ്പൊ ഈ കേസിലൊക്കെ വാട്ട് ഹാപ്പൻസ്, ദി പേഴ്സൺ ഹു വാസ് ദി റിയൽ ഓണർ ബിക്കംസ് ടാക്സബിൾ ഓർ ദി ആക്ച്വൽ ഓണർ ബിക്കംസ് ടാക്സബിൾ. ഇനി അടുത്തത് ഇൻകം ഓഫ് സ്പൗസ്. ഇൻ സർട്ടൺ സിറ്റുവേഷൻ ഒരു വ്യക്തി, ഹസ്ബൻഡ് ആയാലും വൈഫ് ആയാലും, ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻകം നമ്മൾ എടുക്കുമ്പോൾ certain cases we will club the income of the spouse also. എന്നുവെച്ചാൽ ഹസ്ബൻഡിന്റെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വൈഫിന്റെ ഇൻകം നമ്മൾ ക്ലബ് ചെയ്യും, അല്ലെങ്കിൽ വൈഫിന്റെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ we will add up the income of husband also. ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are two such cases. അതായത് ഈ ഇൻകം ഓഫ് സ്പൗസിനകത്ത് രണ്ട് സബ് കേസസ് വരുന്നുണ്ട്. That is, the first one is income to a spouse from a firm in which the other spouse has substantial interest. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി ആയിട്ടോ കമ്മീഷൻ ആയിട്ടോ അങ്ങനെ ഫ്രം എ കൺസേൺ ഇൻഡിവിജ്വലിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കേസ്. ഇൻഡിവിജ്വൽ ഹാവിംഗ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ having 20% of the shares, not less than 20% of the shares if it is a company, and not less than 20% of the voting power. അപ്പോഴാണ് നമുക്കൊരു ഇൻഡിവിജ്വലിന്, അത് ആരായാലും ഒരു ഇൻഡിവിജ്വലിന് ഒരു സ്ഥാപനത്തിന്റെ മേൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് ഈ കേസസ് ആണ്. ഒരു കമ്പനി ആണെങ്കിൽ നോട്ട് ലെസ് ദാൻ 20% ഓഫ് ദി ഷെയർസ് ഉണ്ടായിരിക്കണം, shares ആവാം, അല്ലെങ്കിൽ not less than 20% of the voting power. Both are the same. In other cases also he is getting 20% of the profit. എന്ന് വെച്ചാൽ കമ്പനി അല്ല എന്നുണ്ടെങ്കിൽ 20% of the profits, not less than, കേട്ടോ, 20% കുറയാതെ പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ അവിടെയും നമുക്ക് എന്ത് അവകാശപ്പെടാം, that person is having a substantial interest. അതാണ് ഈ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ എ കൺസേൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റില് ഇപ്പൊ കമ്പനി അല്ലാത്ത സിറ്റുവേഷനിൽ ഹി ഓർ ഹിസ് റിലേറ്റീവ്സ് ഇൻക്ലൂഡ്സ് വൈഫ്, ബ്രദർ, അതായത് നിയർ റിലേറ്റീവ്സിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്ന ഈ ഒരു സിറ്റുവേഷനിൽ മിസ്സസ് വൈ ഇസ് ദ വൈഫ് ഓഫ് മിസ്റ്റർ എക്സ് ഹു റൺസ് എ ഹോസ്പിറ്റൽ. ഇപ്പൊ എക്സിന് ഒരു ഹോസ്പിറ്റൽ ഉണ്ട് ആൻഡ് വൈ ഇസ് ദ വൈഫ്. Mrs. Y is employed as a manager of the hospital without requisite qualifications, and hospital gives her salary. It will be clubbed in the income of Mr. X. Clear? X-ന്റെ ആണ് ഹോസ്പിറ്റൽ. എക്സ് എന്ന് പറയുന്നത് ഒരു മെയിൽ ആണ്, അയാളുടെ ആണ് ഹോസ്പിറ്റൽ, and he had appointed his wife Y in the hospital as the manager. Qualifications കാര്യങ്ങളോ ഒന്നുമില്ല, and hospital is giving salary.
ഇനി അത് ആ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ സെപ്പറേറ്റ് വൺ. അപ്പൊ അവിടെ വിത്തൗട്ട് എഡ്യൂക്കേറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ പേഴ്സന്റെ കഴിവോ അല്ലെങ്കിൽ ആ പേഴ്സന്റെ എക്സ്പെർട്ടൈസോ സ്കില്ലോ ക്വാളിഫിക്കേഷൻസോ ഒന്നും കൊണ്ടല്ല അവിടെ ആര് സാലറി വാങ്ങുന്നത്, വൈ സാലറി വാങ്ങുന്നത്. എക്സ് എന്ന് പറയുന്ന ഒരു മെയില് റൺ ചെയ്യുന്ന ഹോസ്പിറ്റല് ഹിസ് വൈഫ് വൈനെ അപ്പോയിന്റ് ചെയ്തു മാനേജറായിട്ട്. പക്ഷെ വിത്തൗട്ട് എനി ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈക്ക് ആ ഒരു പോസ്റ്റിന് വേണ്ട എക്സ്പെർട്ടൈസോ സ്കില്ലോ ഒന്നുമില്ല. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ദ ഇൻകം ഓഫ് എക്സിന്റെ കൂടെ, അതായത് എക്സിന്റെ ഇൻകത്തിന്റെ കൂടെ വൈയുടെ ഇൻകത്തിന്റെ വൈഫിന്റെ ഇൻകത്തിന് നമ്മൾ ആഡ് ചെയ്യും. പക്ഷേ മറിച്ച് വൈ ഒരു ഡോക്ടർ ആണ് എങ്കിൽ, ഡോക്ടർ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഡോക്ടർ ആവാൻ പറ്റില്ലല്ലോ, കാരണം ഇറ്റ് ഇസ് എ പ്രൊഫഷൻ. ആസ് യു നോ, വി നീഡ് ടു ഹാവ് സ്കിൽ, എക്സ്പെർട്ടൈസ്, സിസ്റ്റമാറ്റിക് ലേണിംഗ്, അതെല്ലാം ഹാപ്പൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഡോക്ടർ ആവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടുത്തെ കേസിൽ വൈ ഒരു ഡോക്ടർ ആവുമ്പോഴത്തേക്കും അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ ഈസ് ഹാവിങ് ഹെർ ഓൺ സ്കിൽ, എക്സ്പെർട്ടൈസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഫോർ ഡൂയിങ് ദാറ്റ് ജോബ്. എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് നേടിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വൈക്ക് സാലറിയോ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഡോക്ടർ എന്ന നിലയിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ക്ലബ് ചെയ്യില്ല. ക്ലിയർ? അതായത് ഓൺ ആയിട്ട് ഓൺ എക്സ്പെർട്ടൈസ്, സ്കില്ല്, ക്വാളിഫിക്കേഷൻ ഒക്കെ കൊണ്ട് ഏൺ ചെയ്യുന്നതാണെങ്കിൽ ഇറ്റ് ഈസ് ദി ക്രെഡിറ്റ് ഓഫ് ദാറ്റ് ഇൻഡിവിജ്വൽ, അത് ആ വ്യക്തി തന്നെ നേടുന്നതാണ് എന്നുള്ള രീതിയിൽ വൈഡ് ഇൻകമായിട്ടും എക്സിന്റെ ഇൻകത്തിന് നമ്മൾ എക്സിന്റെ ഇൻകമായിട്ടും കണക്കാക്കും. പക്ഷേ വേറൊരു വ്യക്തി, അതായത് നമ്മൾ ആദ്യത്തെ കേസിൽ പറഞ്ഞ എക്സ് ഹോസ്പിറ്റൽ നടത്തുന്നത് കൊണ്ടാണ്, അതായത് എക്സിന് അവിടെ ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് അവിടെ വൈ എന്തായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ വൈഫ് എന്തായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഒരു മാനേജറായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് നമ്മൾ ആദ്യത്തെ കേസിൽ പറഞ്ഞ എക്സ് എന്ന് പറയുന്ന ഹസ്ബൻഡിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് വൈ എന്ന് പറയുന്ന വൈഫിന് ഇൻകം കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഇൻകം വിൽ ബി ക്ലബ്ഡ് വിത്ത് ദി ഇൻകം ഓഫ് ദ പേഴ്സൺ ഹു ഈസ് ഹാവിങ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണോ ആ സ്ഥാപനത്തിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളത്, നമ്മുടെ ഇവിടുത്തെ എക്സാമ്പിളിൽ എക്സിനാണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ബിക്കോസ് ഹി ഈസ് ദി ഓണർ ഓർ ഹി ഈസ് റണ്ണിങ് ദാറ്റ് ഹോസ്പിറ്റൽ. അപ്പൊ ഓണറിനാണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയുടെ ഇൻകത്തിന്റെ കൂടെ ദ അതർ പേഴ്സൺ, അതർ സ്പൗസ്, വൈഫ്, ഇവിടുത്തെ കേസിൽ വൈഫാണ്, അപ്പൊ വൈഫിന്റെ ഇൻകത്തിന് നമ്മൾ ആഡ് ചെയ്യും. ഓ ദി ഫസ്റ്റ് സബ് പാർട്ട് ഈസ് ക്ലിയർ. ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ യു ക്യാൻ മേക്ക് എ റിപ്ലൈ. ഇനി നമ്മൾ ക്ലബ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു വേറൊരു ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് when an income is clubbed with the income of the spouse having greater income, ഗ്രേറ്റർ ഇൻകം ഉള്ള, അതായത് രണ്ടുപേരുടെ ഹസ്ബൻഡിന്റെയും വൈഫിന്റെ ഇൻകം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഹു ഈസ് ഹാവിങ് ഹയർ ഇൻകം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻകം ഉള്ള വ്യക്തിയുടെ കൂടെ നമ്മൾ ക്ലബ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇറ്റ് വിൽ കണ്ടിന്യൂ in the subsequent years also. We will do it as a practice. അങ്ങനെ ഒരു കാര്യത്തിന് അസസിങ് ഓഫീസർ ഒരു സഫിഷ്യന്റ് റീസൺ കണ്ടുപിടിക്കുന്നത് വരെ ദാറ്റ് ക്ലബിംഗ് വിൽ കണ്ടിന്യൂ. There are cases, ക്ലബിങ്ങിനകത്ത് കേസസ് ഉണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. ക്ലബ് ഗ്രേറ്റർ ഇൻകം ഉള്ള വ്യക്തിയുടെ കൂടെ ക്ലബ് ചെയ്യണം എന്നുള്ള മാൻഡേറ്ററി പ്രൊവിഷൻ വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇത് അല്ലാതെ ഒരു നടന്ന ആക്ച്വൽ ഒരു കേസിന്റെ ബേസിസിൽ അവർ പറഞ്ഞേക്കുക. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മൾ പറഞ്ഞ കേസിലും അവര് വ്യക്തമായിട്ട് പറയുന്നുണ്ട് any income which arises to the spouse in the form of salary, commission or the like from a concern in which such individual has a substantial interest is clubbed with the income of husband or wife having the greater income. ആർക്കാണോ ഇൻകം കൂടുതൽ അവരുടെ ഇൻകത്തിന്റെ കൂടെ വേണം നമ്മൾ ക്ലബ് ചെയ്യാൻ. ഓക്കെ, ഹിയർ ഇറ്റ് വാസ് ക്ലബ്ഡ് ഇൻ ദ സെൻസ് ദാറ്റ് എക്സ് ഇസ് റണ്ണിങ് എ ഹോസ്പിറ്റൽ. അപ്പൊ അത്രത്തോളം പ്രോഫിറ്റ് മേക്കിംഗ് എക്സിനായിരിക്കും, അല്ലെങ്കിൽ എക്സിനായിരിക്കും ഇൻകം കൂടുതൽ. അതുകൊണ്ടാണ് വൈയുടെ ഇൻകത്തിനെ നമ്മൾ ആരുടെ കൂടെ
ക്ലബ് ചെയ്യുന്നത്, എക്സിന്റെ കൂടെ ക്ലബ് ചെയ്യുന്ന ഇൻ ദ ഫസ്റ്റ് സിറ്റുവേഷൻ. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ആയിട്ട് ചെയ്യുന്ന കേസാണ്. ദെൻ ദർ ഇസ് നോ സച്ച് ക്ലബിങ് ഇസ് റിക്വയർഡ്. ദെൻ സെക്കൻഡ് സബ് കേസ്, ഇൻകം ഫ്രം സ്പൗസിലെ രണ്ടാമത്തെ സബ് കേസ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം അസറ്റ് ട്രാൻസ്ഫർ. ഹസ്ബൻഡ് ഈസ് ട്രാൻസ്ഫറിങ് ഹിസ് പ്രോപ്പർട്ടി ടു വൈഫ്. അവിടെ നമ്മൾ അഡിക്വേറ്റ് കൺസിഡറേഷൻ ഒക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ ചിലപ്പോൾ അടിയും. അപ്പം നമുക്ക് ഇൻകം ടാക്സ് റൂള് നോക്കണം. ഓക്കെ, ഒരു ഇൻഡിവിജ്വല് ട്രാൻസ്ഫറിങ് ആൻ അസറ്റ് അതർ ദാൻ ഹൗസ് പ്രോപ്പർട്ടി കേട്ടോ, അതാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്. വീടല്ല, അല്ലാത്ത അസറ്റ്സ് വിത്തൗട്ട് റിസീവിങ് അഡിക്വേറ്റ് കൺസിഡറേഷൻ. സ്പൗസിനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ പോലും അഡിക്വേറ്റ് കൺസിഡറേഷൻ ഇല്ലാതെയാണെങ്കിൽ the income from such property is clubbed with the income of the transferor. എന്ന് വെച്ചാൽ ഹസ്ബൻഡ് കുറച്ച് സ്ഥലം, ലാൻഡ് വൈഫിന് ട്രാൻസ്ഫർ ചെയ്യും. അവിടെ കുറച്ച് കോക്കനട്ട് ട്രീസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇൻകം ഏൺ ചെയ്യുമല്ലോ. അപ്പോൾ ആ കോക്കനട്ട് ട്രീസിൽ നിന്ന് അല്ലെങ്കിൽ വാട്ട് എവർ ബി ഇറ്റ് ഇസ് അഗ്രികൾച്ചർ ലാൻഡ് ആണെന്ന് വിചാരിക്കുക, ആദ്യം ഇത് കുറച്ച് ഇൻകം ഏൺ ചെയ്യുന്നുണ്ട് ആ ലാൻഡിൽ. ആ ലാൻഡിലെ ഇൻകം ആരുടെ ഇൻകം ആയിരിക്കും? ഹസ്ബൻഡിന്റെ ഇൻകം ആയിരിക്കും. ഈവൻ ഇഫ് ആ പ്രോപ്പർട്ടി ആർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താലും, വൈഫിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താലും. ക്ലിയർ? അതാണ് ആദ്യത്തെ കേസിൽ പറയുന്നത്. ബട്ട് വെൻ യു ആർ ടേക്കിംഗ് ദിസ് സബ് കേസ്, അസറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന്റെ ട്രാൻസ്ഫർ നോക്കുമ്പോൾ യു നീഡ് ടു ബി കീപ് ഇൻ മൈൻഡ് സർട്ടൻ പോയിന്റ്സ്. ദ ഫസ്റ്റ് തിങ് ഇസ് ഈ സെപ്പറേഷന്റെ പാർട്ടായിട്ട്, ദാറ്റ് ഇസ് ട്രാൻസ്ഫറും ട്രാൻസ്ഫറിയും തമ്മിൽ, അതായത് ഹസ്ബൻഡും വൈഫ് എന്ന ആ റിലേഷൻ നിലനിൽക്കണം ഓൺ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ഓൺ ദ ഡേറ്റ് ഓൺ വിച്ച് ദ ഇൻകം അക്രൂസ്. എന്ന് വെച്ചാൽ ഇൻകം കിട്ടുന്ന സമയത്തും ട്രാൻസ്ഫർ നടക്കുന്ന സമയത്തും ഇവർ ലീഗലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കണം. പ്രൊവൈഡഡ് ഇഫ് ദേ ഹാവ് ആൻ എഗ്രിമെന്റ് ടു ലിവ് അപ്പാർട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദേ ആർ have decided to separate, ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുന്ന ലീഗാലിറ്റി നിലനിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇൻകം എന്ത് ചെയ്യാൻ പാടില്ല, യു ഷുഡ് നോട്ട് ക്ലെയിം. ഇനി സെക്കൻഡ് കണ്ടീഷൻ ഈ അസറ്റ് ട്രാൻസ്ഫറിൽ പറയുന്നത്, either of the spouse dies, husband or wife dies after the death, whoever it is, after the death, ആരാണോ മരണപ്പെടുന്നത് ആരായാലും after that death the income should not be clubbed. Third thing is, if the consideration is inadequate, ഭർത്താവിന് തോന്നുന്നില്ല ഭാര്യയുടെ ആവശ്യത്തിന് കാശ് കിട്ടിയിട്ടല്ല കൊടുത്തതെന്നുണ്ടെങ്കിൽ the income proportionate to inadequacy of consideration is clubbed. എത്രയാണോ inadequate, ഇപ്പോൾ ഒരു 20 ലക്ഷമാണ് ഹസ്ബൻഡ് എക്സ്പെക്ട് ചെയ്തത്, ഇങ്ങനത്തെ സിറ്റുവേഷൻ വരില്ല എന്നാലും ഞാൻ പറയാം, 20 lakh was the expected consideration for that transfer എങ്കിൽ only 10 lakh ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക, നടക്കില്ല എന്നാലും അങ്ങനെയാണ് വൈഫ് ഹസ്ബൻഡിന് കൊടുത്തതെന്ന് വിചാരിക്കുക, 10 lakh ആണ് കൊടുത്തത് എങ്കിൽ കിട്ടുന്ന ഇൻകത്തിന്റെ ഹാഫ് ആയിരിക്കും, അതായത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇൻകം നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും എടുക്കുക. കൺസിഡറേഷൻ ഇൻഅഡിക്വേറ്റ് ആണ് എന്ന് തോന്നുവാണെങ്കിൽ ഹാഫ് ദി ഇൻകം, ആ സ്ഥലത്തിൽ നിന്ന് കിട്ടുന്ന ഹാഫ് ദി ഇൻകം മാത്രമേ നമ്മൾ ക്ലബ് ചെയ്യപ്പെടുള്ളൂ. എന്ന് വെച്ചാൽ എത്രയാണോ, ഇവിടെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആ ഹാഫിന്റെ കേസ് പറഞ്ഞത്, എത്ര പോർഷൻ ആണോ, അല്ലെങ്കിൽ 75% കിട്ടി 25 എനിക്ക് കിട്ടിയില്ല എങ്കിൽ എന്നാണ് ട്രാൻസ്ഫറർക്ക് തോന്നുന്നതെങ്കിൽ 75% ക്ലബ് ചെയ്യും, ആ 25 ട്രാൻസ്ഫറിയുടെ ഇൻകം ആയിട്ട് അല്ലെങ്കിൽ വൈഫിന്റെ ഇൻകം ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ഇനി ഫോർത്ത് കേസ് പറയുന്നത്, ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന അസറ്റ് എഗെയിൻ ട്രാൻസ്ഫർ വേറൊരു വ്യക്തിക്ക് കൊടുത്തു. ഫോർ എക്സാമ്പിൾ ഹസ്ബൻഡ് വൈഫിന് കൊടുത്തു, അതായിരുന്നല്ലോ നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ. വൈഫ് എന്ത് ചെയ്തു, ആ കിട്ടിയ ലാൻഡിനെ സഹോദരന് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു. അതായത് നമ്മുടെ ട്രാൻസ്ഫറർ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ആയിരുന്നു, ട്രാൻസ്ഫറി എന്ന് പറഞ്ഞാൽ വൈഫ് ആയിരുന്നു. ട്രാൻസ്ഫറി ആ അസറ്റിനെ സ്വന്തം ബ്രദറിന് കൊടുത്തു. അപ്പോൾ ഇഫ് എനി ഗെയിൻ ഓർ ലോസ്
പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വൈഫിന് സഹോദരന് കൊടുത്തപ്പോൾ എന്തെങ്കിലും ഗെയിനോ ലോസോ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആരുടെ ഗെയിനോ ലോസോ ആയി മാറും? ഹസ്ബൻഡിന്റെ ഗെയിനോ ലോസോ ആയിട്ട് മാറും. നെക്സ്റ്റ് ഈ ഇൻകം ഫ്രം അസറ്റ് ട്രാൻസ്ഫറിൽ പറയുന്നത് income earned by the transferee from the transferred asset is always clubbed. നമ്മൾ അത് പറഞ്ഞു. ട്രാൻസ്ഫർ ഏൺ ചെയ്യുന്ന എല്ലാ ഇൻകവും, എസ്പെഷ്യലി നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ട്രാൻസ്ഫേർഡ് അസറ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഇൻകവും നമ്മൾ ക്ലബ് ചെയ്യപ്പെടും. പക്ഷേ ഈ ട്രാൻസ്ഫർ, അതായത് വൈഫിന് ട്രാൻസ്ഫർ എന്ന് പറയുന്നതിനേക്കാൾ ഹസ്ബൻഡ് കൊടുത്ത ആ അസറ്റിൽ നിന്നും വൈഫിന് ഇൻകം കിട്ടുന്നു, നമ്മൾ അത് ക്ലബ് ചെയ്യുമെന്ന് പറഞ്ഞു. If wife is getting the income from the investment of income derived from the transferred asset, it will not be clubbed. For example, husband കൊടുത്തത് ഒരു 100 ഡിബഞ്ചർ ആണെന്ന് വിചാരിച്ചു വൈഫിന്. എ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ 100 ഡിബഞ്ചേഴ്സ് ആയിട്ടാണ് 100 ഡിബഞ്ചേഴ്സ് ആണ് കൊടുത്തത്. ആ 100 ഡിബഞ്ചേഴ്സ് ഹസ്ബൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഹി ഡസ് നോട്ട് ക്ലെയിം എനി കൺസിഡറേഷൻ. വൈഫിന്റെ ഇത് പ്രത്യേകിച്ച് ഒന്നും വാങ്ങിച്ചില്ല. അപ്പം ഇയർലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി ഇൻകം കിട്ടുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഇൻകം. അത് ആരുടെ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും? ഹസ്ബൻഡിന്റെ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ ഇഫ് യൂസിങ് ദ ഇൻട്രസ്റ്റ് ഇൻകം, ഇപ്പൊ വൈഫിന് കിട്ടിയ ഇൻട്രസ്റ്റ് ഇൻകം വെച്ചിട്ട് വൈഫ് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്താൽ ആ ഇൻകത്തിന് നമ്മൾ ആരുടെ ഇൻകമായിട്ട് എടുക്കില്ല? ഹസ്ബൻഡിന്റെ ഇൻകമായിട്ട് എടുക്കില്ല. അപ്പൊ ഹസ്ബൻഡ് ഒരു 50,000 ഡിബഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വൈഫിന് കൊടുത്തു. വൈഫിന് ഒരു 2,000 റുപ്പീസ് കിട്ടിയെന്ന് വിചാരിക്കും. കുറെ വർഷങ്ങളായിട്ട് 2,000 റുപ്പീസ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കും. ഞാൻ വെറുതെ ഒരു ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് ഇട്ടതാണ് 2,000 റുപ്പീസ്. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും വൈഫിന് തോന്നി, ഞാനും എന്തിനാ ഇങ്ങനെ ഈ 2,000 റുപ്പീസ് ഇങ്ങനെ ശേഖരിച്ച് കൈവച്ചിരിക്കുന്നു, ഞാനും അതിനെ ഇൻവെസ്റ്റ് ചെയ്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ആ ഇൻകം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ അതിനെ നമ്മൾ ആരുടെ ഇൻകത്തിന്റെ കൂടെ ക്ലബ് ചെയ്യില്ല? ഹസ്ബൻഡിന്റെ ഇൻകത്തിന്റെ കൂടെ ക്ലബ് ചെയ്യില്ല. സോ വി ഹാവ് ഡിസ്കസ് 3 കേസസ്. ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഇൻകം ബൈ ആൻ അസസി. ശരിക്കും നമ്മൾ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാതെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം. സെക്കൻഡ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റ്, ഇൻകം ഫ്രം അസറ്റ് ട്രാൻസ്ഫർ. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം. പക്ഷെ ആ ട്രാൻസ്ഫറിന് എന്ത് കണ്ടീഷൻ ഉണ്ടായിരുന്നു? വിത്ത് എ കണ്ടീഷൻ ഓഫ് റിവോക്കേഷൻ. പിന്നെ മൂന്നാമത്തെ കേസ് നമ്മൾ പറഞ്ഞത് ഇൻകം ഓഫ് സ്പൗസ്. ഇൻകം ഓഫ് സ്പൗസിനകത്ത് 2 കേസാണുള്ളത്. ഒന്ന്, income of a spouse from a firm where the other spouse has a substantial interest. രണ്ടാമത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു ഇൻകം ഫ്രം അസറ്റ് ട്രാൻസ്ഫർ. നെക്സ്റ്റ് സിറ്റുവേഷൻ is income of daughter in law. ഇൻകം ഓഫ് ഡോട്ടർ ഇൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു to the daughter-in-law on or after 1/6/1973 is clubbed with the income of father-in-law if the transfer was without adequate consideration. നല്ലൊരു സ്നേഹമുള്ള അമ്മായച്ചനായിട്ട് മരുമകളുടെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു വിചാരിക്കുക. ഒരു അസറ്റ്, ഏത് അസറ്റാന്ന് പറയുന്നില്ല, ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഇഫ് ഇറ്റ് ഹാപ്പൻസ് ആഫ്റ്റർ 1/6/1973 ആണെങ്കിൽ അത് ആരുടെ ഇൻകമായിട്ട് തന്നെ കൺസിഡർ ചെയ്യും? ഫാദർ-ഇൻ-ലോയുടെ ഇൻകമായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. അപ്പൊ അതിന് മനസ്സിലാക്കണം, അമ്മായച്ചന് മരുമകളുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടായിരിക്കില്ല ട്രാൻസ്ഫർ ചെയ്തത്, ഇങ്ങനെ ഇൻകം എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി, ടാക്സിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തതായിരിക്കും. പക്ഷെ അത് തിരികെ ആരുടെ ഇൻകമായിട്ട് തന്നെ കൺസിഡർ ചെയ്യും? ഫാദർ-ഇൻ-ലോയുടെ ഇൻകമായിട്ട് കൺസിഡർ ചെയ്യും. ഇനി അടുത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇനി പറയുന്ന 2 സിറ്റുവേഷനും അസറ്റ് ട്രാൻസ്ഫർ ആണ്, പക്ഷെ ആർക്ക് കൊടുക്കുന്നു എന്നുള്ളതിലാണ് വ്യത്യാസം. അതായത് ഇൻകം ഫ്രം അസറ്റ് ട്രാൻസ്ഫർ ടു എ പേഴ്സൺ ഓർ AOP. നമ്മള്
വേറൊരു വ്യക്തിക്കോ അസോസിയേഷൻ ഓഫ് പേഴ്സണോ കൊടുക്കുന്നു. ആർക്ക് വേണ്ടി? ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സ്പൗസിന് വേണ്ടിയിട്ട്. വീണ്ടും അതുപോലെ തന്നെയാണ് ഇൻകം ഫ്രം അസറ്റ് ട്രാൻസ്ഫർ ടു എ പേഴ്സൺ ഓർ EOP ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഡോട്ടർ ഇൻ ലോ. സൺസ് വൈഫ് എന്ന് പറയുന്നതൊക്കെ കുറച്ചുകൂടെ എളുപ്പം ഡോട്ടർ ഇൻ ലോ. എന്നുവെച്ചാൽ രണ്ട് സ്ഥലത്തും അസറ്റ് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അസറ്റ് ട്രാൻസ്ഫേർഡിൽ നിന്ന് കിട്ടുന്ന ഇൻകം നമ്മൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആർക്ക് വേണ്ടി? ആദ്യത്തെ കേസിൽ സ്പൗസിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യുന്നു, രണ്ടാമത്തെ കേസിൽ ഡോട്ടർ ഇൻ ലോയ്ക്ക് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യുന്നു. That is, you have made an asset transfer and income arising from the asset transferred to a person or AOP. അത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യും സ്പൗസിന്. അത് ആരുടെ തന്നെ ആയിട്ട് എടുക്കും? ട്രാൻസ്ഫറിന്റെ ഇൻകം ആയിട്ട് തന്നെ എടുക്കും. അതേപോലെ തന്നെ ഇഫ് എനി അസറ്റ് ട്രാൻസ്ഫേർഡ് ആഫ്റ്റർ 31/5/1973 ടു എ പേഴ്സൺ ഓർ AOP, നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ AOPക്കോ കൊടുക്കുന്നു. നമ്മൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്? തൊട്ട് മുന്നത്തെ കേസിൽ സ്പൗസിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത്, രണ്ടാമത്തെ കേസിൽ സൺസ് വൈഫിന് വേണ്ടിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ പോലും it shall be included in the income of transfer. പക്ഷെ രണ്ട് സിറ്റുവേഷനിലും തൊട്ട് മുന്നേ പറഞ്ഞ സ്പൗസിന്റെ ബെനിഫിറ്റിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതാണെങ്കിലും സൺസ് വൈഫിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതാണെങ്കിലും ആഡിക്വേറ്റ് കൺസിഡറേഷൻ വാങ്ങിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും ക്ലബ് ചെയ്യാൻ പാടില്ല. ഈ രണ്ട് സിറ്റുവേഷനിൽ ഇപ്പോ സേ ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഈസ് മേക്കിംഗ് എ ട്രാൻസ്ഫർ ഓഫ് ഹിസ്, ഞാൻ അപ്പോഴേ പറഞ്ഞ സിറ്റുവേഷൻ, എബ്രോഡ് പോകുന്ന ഒരു പേഴ്സൺ, ഓക്കെ, ഈസ് ട്രാൻസ്ഫറിങ് ഹിസ് അസറ്റ്സ് ടു എ AOP ഓർ എ പേഴ്സൺ, ഒരു വ്യക്തിയോ വേറൊരു അസോസിയേഷൻ ഓഫ് പേഴ്സണെയോ ഏൽപ്പിച്ചിട്ട് പോകുന്നു, ഫോർ ഹിസ് സ്പൗസ് ടു ബി ഗെറ്റ് ബെനിഫിറ്റ്. സ്പൗസ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മെന്റലി എന്തെങ്കിലും സൗണ്ട് അല്ലാത്ത ഒരു സ്പൗസ് ആയിരിക്കും, വൈഫിന് മെന്റലി ഇഷ്യൂസ് ഒക്കെ ഉള്ള, മേ ബി അണ്ടർഗോയിങ് ട്രീറ്റ്മെന്റ് ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നേരിട്ട് സ്പൗസിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, കാരണം അങ്ങനെ ഒരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് പോയാൽ ദർ ആർ ലീഗൽ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കാപ്പുറത്ത് ആർക്കെങ്കിലും ഒപ്പിട്ട് കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സ്ഥലം തന്നെ നഷ്ടപ്പെടും. അപ്പം തോന്നി സഹോദരനോ ആർക്കെങ്കിലും ഒരാളെ ഏൽപ്പിച്ചിട്ട് പോവാം, whenever she is spoken, it will be given back എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കൺസിഡറേഷൻ ഒന്നും വാങ്ങിയിട്ടല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്. കൺസിഡറേഷൻ ഒന്നും വാങ്ങിയിട്ടല്ല ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ ഹസ്ബൻഡിന്റെ, അതായത് ആരാണോ ആ സ്ഥലം വൈഫിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്തത് ആ വ്യക്തിയുടെ ഹസ്ബൻഡിന്റെ ഇൻകമായിട്ട് തന്നെ എടുക്കും. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ സിറ്റുവേഷനും സൺസ് വൈഫിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ മരുമോൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നുന്ന father-in-laws, they can transfer it to another person, and when the time arises it can be made transfer. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പേഴ്സണ് വേണ്ടി. ഇപ്പൊ നമ്മള് രാജമാണിക്യം ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെയൊക്കെ ചെയ്തേക്കുന്നത് ഇതാണ്, ഒരു ഇന്റർമീഡിയറിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരിലോ എടുക്കും, ഫ്യൂച്ചറിൽ ആഫ്റ്റർ ദാറ്റ് ആരെയാണോ എടുക്കുന്നത് ആ വ്യക്തിക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാന്നൊക്കെ പറയുന്നത്. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ. ഇതേ കേസിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതുപോലൊരു സിമിലർ കോണ്ടെക്സ്റ്റ്. നെക്സ്റ്റ് കേസസ് ഇൻകം ഫ്രം ബിസിനസ്. ഇൻകം ഫ്രം ബിസിനസ്സിൽ പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഒരു ഇൻഡിവിജ്വൽ അസറ്റ് ട്രാൻസ്ഫേഴ്സ് ആൻ അസറ്റ് ടു ദി സ്പൗസ് ഓർ സൺസ് വൈഫ്, സ്പൗസിനോ സൺസ് വൈഫിനോ കൊടുക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു അസറ്റ് കൊടുക്കുമ്പോൾ പറയാണ് ഞാൻ ഇന്ന ബിസിനസ് പർപ്പസിന് വേണ്ടി ആ അസറ്റ് കൊടുത്തിരിക്കുകയാണ്. സർട്ടൻ കേസസിൽ സംഭവിക്കാറുള്ള ഒരു സിറ്റുവേഷൻ പറയാം. ചില വീട് പോലീസ് സ്റ്റേഷനൊക്കെ വാടകയ്ക്ക് കൊടുക്കും, ബിസിനസ് അല്ല എന്നാലും ഞാൻ പറയാം, ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഇത്ര വർഷത്തേക്ക് നമ്മൾ ലീസ് എഗ്രിമെന്റ് ഒക്കെ എഴുതിയിട്ടായിരിക്കും ആ കോംപ്ലക്സ് ബിസിനസ് പർപ്പസിന് വേറൊരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ കൊടുക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വൽ ആരാണോ ഓണർ ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്ന വീടിന്റെ ആ വ്യക്തി ആ അസറ്റിനെ വൈഫിനോ അല്ലെങ്കിൽ ഡോട്ടർ ഇൻ ലോയ്ക്കോ കൊടുക്കും. ഈവൻ ദോ
he receives any income from that business. ചിലപ്പോൾ ലീസ് റെന്റൽസ് മാത്രമായിരിക്കില്ല, കിട്ടുന്ന ബിസിനസിന്റെ പ്രോഫിറ്റിന്റെ ഒരു വിഹിതം കൂടെ കൊടുക്കാം എന്നായിരിക്കാം മേ ബി പറഞ്ഞിട്ടുണ്ടാവുക ബിറ്റ്വീൻ ദാറ്റ് ട്രാൻസ്ഫറർ ആൻഡ് ദാറ്റ് ബിസിനസ്മാൻ. അവിടെ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ അവർ തമ്മിലുള്ള ഒരു ആ ട്രാൻസ്ഫററും ശരിക്കുള്ള ഇപ്പോഴത്തെ ഓണറും ആ ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യുന്നവരും തമ്മിലുള്ള എഗ്രിമെന്റ് പ്രകാരം പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കും. If any profit is received from such business, that will be clubbed with the income of the transferor. നമ്മൾ അപ്പോഴേ ഒരു കേസിൽ പറഞ്ഞായിരുന്നു, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് വേണ്ടി താൽക്കാലികമായിട്ട് ബിൽഡിംഗ് യൂസ് ചെയ്യാൻ കൊടുക്കുന്ന സിറ്റുവേഷൻ ഒക്കെ. അപ്പോൾ ഒരു പാർട്ട്ണറാണ് ആ വ്യക്തി, അതായത് എക്സ് അല്ലെങ്കിൽ വൈ ഹൂവേഴ്സ്, ആ വ്യക്തി അവിടുത്തെ ഒരു പാർട്ട്ണറാണ്, താൽക്കാലികമായിട്ട് ഫേമിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ബിൽഡിംഗ് കൊടുത്തു വിട്ടേക്കുന്നത് അല്ലെങ്കിൽ കൊടുത്തേക്കുന്നത്. ഒരു പാർട്ട്ണർ എന്ന നിലയ്ക്ക് ആ ബിസിനസ്സിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ടായിരിക്കും? പാർട്ട്ണർക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ ആ പ്രോഫിറ്റ് ആരുടെ പ്രോഫിറ്റ് ആയിട്ട് തന്നെ എടുക്കും? പാർട്ട്ണറായി നിൽക്കുന്നത് ആരാണോ ആ വ്യക്തിയുടെ പ്രോഫിറ്റ് ആയിട്ട് തന്നെ എടുക്കും. ഈവൻ ദോ ആ ഫേമിന് ഉപയോഗിക്കാൻ കൊടുത്തിരിക്കുന്ന ബിൽഡിംഗ് വൈഫിനോ അല്ലെങ്കിൽ ഡോട്ടർ ഇൻ ലോയ്ക്കോ എഴുതി നൽകിയാൽ പോലും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗലി ട്രാൻസ്ഫർ ചെയ്താൽ പോലും ബിൽഡിംഗിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആരുടെ ഇൻകമായിട്ട് തന്നെ കണക്കാക്കും? ദാറ്റ് ട്രാൻസ്ഫറേഴ്സ് ഇൻകമായിട്ട് തന്നെ കണക്കാക്കും. കാരണം ബിൽഡിങ്ങിൽ നിന്നല്ല അയാൾക്ക് ഏർണിംഗ് ലഭിക്കുന്നത്, മറിച്ച് അയാള് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിലുള്ള അയാളുടെ ഷെയറിനാണ് അയാൾക്ക് ഇൻകം, ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അതേ കേസ് പറയുന്നുണ്ട്. ഇപ്പോ ക്യാപിറ്റൽ ആണ് നമ്മൾ ഫേമിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ക്യാപിറ്റലിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആയിട്ടായിരിക്കും. അത് ആരുടെ ഇൻകം ആയിട്ട് നമ്മൾ എടുക്കും? ട്രാൻസ്ഫററിന്റെ ഇൻകം ആയിട്ട് തന്നെ എടുക്കും. സോ ദാറ്റ് ഈസ് വൺ അമംഗ് ദി അതർ കേസ്. ഇനി നമുക്ക് ഒരു 3 സിറ്റുവേഷൻ കൂടാണ് പറയാനുള്ള. ആൻഡ് ദ വെരി 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 ഇമ്പോർട്ടൻറ്റ്, എപ്പോഴും ക്ലബിങ്ങിനകത്ത് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു സിറ്റുവേഷൻ ആണ്. That is income of a minor child.